പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, പുതുപ്പാടി വിൻസെൻഷൻ ജൂബിലി ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ ജൂബിലാത്ത എന്ന ശുശ്രൂഷയിലേക്ക് യേശുനാമത്തിൽ സ്നേഹപൂർവ്വം പ്രാർത്ഥനാപൂർവം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ എങ്ങനെ നടക്കുന്നു? എൻ്റെ ജീവിതത്തിൽ ദൈവം എങ്ങനെ എന്നെ കരുതുന്നു? എൻ്റെ ജീവിതത്തിൽ ദൈവം എങ്ങനെ എന്നെ സ്നേഹിക്കുന്നു? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 54-ാമത്തെ അധ്യായം 10-ാമത്തെ തിരുവചനം എല്ലാവർക്കും അറിയാവുന്ന വചനം. മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ വിട്ടുപിരിയുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിനോട് ചേർന്ന് പറയണം, കർത്താവിൻ്റെ അചഞ്ചലമായ സ്നേഹം എന്നെ വിട്ടുപിരിയുകയില്ല. ഈ സമയത്ത് ഈ ശുശ്രൂഷയിൽ നമ്മൾ ഒന്നിച്ചേർന്ന് പങ്കെടുക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹമാണ്, ആ വിട്ടുപിരിയാത്ത സ്നേഹത്തിലാണ് നമ്മൾ ഒന്നിച്ചേർന്ന് പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. വിശുദ്ധ ഗ്രന്ഥം നമ്മൾ എടുത്തു നോക്കുമ്പോൾ ദൈവം ചില തീരുമാനങ്ങൾ മനുഷ്യരുടെ മേൽ എടുത്തിട്ടുണ്ട്. എന്നാൽ ആ തീരുമാനങ്ങൾ മനുഷ്യന്റെ പ്രാർത്ഥന കൊണ്ട് മാറിപ്പോയിട്ടുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. സാമുവേൽ പ്രവാചകന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം, 1 സാമുവേൽ 1-ാമത്തെ അധ്യായം. സാമുവേലിന്റെ അമ്മയുടെ പേര് ഹന്ന. ഹന്ന ഒത്തിരി പ്രാർത്ഥിക്കുന്നവളാണ്. ഭർത്താവായ എൽക്കാന നന്നായി സ്നേഹിക്കുന്നതാണ് ഈ ഹന്നായെ. പക്ഷേ ദൈവം അവൾക്ക് ഒരു വേദന കൊടുത്തിരുന്നു. ദൈവം അവളുടെ ജീവിതത്തിൽ ഒരു ഇടപെടലിന് വേണ്ടി ചില തടസ്സങ്ങൾ അവളുടെ ജീവിതത്തിൽ അവൾ നേരിട്ടിരുന്നു. എന്തായിരുന്നു? ഹന്ന വന്ധ്യയായിരുന്നു. മക്കൾ അവൾക്ക് ലഭിക്കില്ല. കുഞ്ഞുങ്ങൾ ദാനമായിട്ട് ദൈവം അവൾക്ക് കൊടുക്കത്തില്ല. അവളുടെ മേലുള്ള ദൈവത്തിന്റെ തീരുമാനം അതായിരുന്നു. ചില മനുഷ്യരെ കുഞ്ഞുങ്ങളില്ലാതെ വലയുന്നവരെ കണ്ടിട്ടില്ലേ? പക്ഷേ പ്രാർത്ഥിച്ച് പ്രാർത്ഥനയുടെ ഒടുവിൽ ദൈവം കുഞ്ഞുങ്ങളെ നൽകിയതായി നമ്മൾ കേൾക്കുന്നുണ്ട്. നാളുകൾക്ക് മുമ്പ് ഒരു കുടുംബം പറഞ്ഞതാണ്, ആ കുടുംബത്തിലേക്ക് പ്രാർത്ഥിക്കാൻ പോയപ്പോൾ അവരുടെ പ്രാർത്ഥനാ മുറിയുടെ മുൻപിൽ ഒരുപാട് നോട്ട് പുസ്തകങ്ങൾ വെച്ചിട്ടുണ്ട്. എടുത്തു നോക്കി, അത് ദൈവവചനങ്ങളാണ്. എന്താണ് ഇങ്ങനെ ദൈവവചനങ്ങൾ എഴുതാൻ കാര്യം? ആ അമ്മ സങ്കടത്തോടെ ആ പുസ്തകം എടുത്തിട്ട് പറഞ്ഞു, അച്ഛാ, ഞങ്ങൾ ഇതെഴുതിയതിന് പിന്നിലൊരു കഥയുണ്ട്. 9 വർഷക്കാലം ഞങ്ങൾക്ക് മക്കളില്ലായിരുന്നു. പല ഡോക്ടർമാരെ മാറി മാറി കാണിച്ചു. എന്നിട്ട് അവര് പറഞ്ഞത്, നിങ്ങൾ 2 പേർക്കും ഒരു കുഴപ്പമില്ല, മരുന്ന് ഇനി കഴിക്കണ്ട, ഡോക്ടർമാരെ കാണിക്കണ്ട. പല ഡോക്ടർമാരെ മാറി കാണിച്ചിട്ടും ഒരു പ്രശ്നം ഇവർക്കില്ല. പക്ഷെ എന്താണ് പ്രശ്നം? ആർക്കും അറിയില്ല. ദൈവം അവർക്ക് കൊടുക്കുന്നില്ല. 9 കൊല്ലമായി തീരുമാനമെടുത്തവർ 2 പേരും ഇനി ഡോക്ടർമാരെ കാണിക്കാൻ പോകുന്നില്ല. പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ സഹോദരി ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന ഇങ്ങനെയാണ്: ദൈവത്തിന്റെ സന്നിധിയിൽ രാത്രിയിൽ കിടക്കുന്നതിന് മുൻപ് ഒരു വചനം എഴുതി വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 2 ദിവസം 2 വചനം. അങ്ങനെ ഈ അമ്മയ്ക്ക് ഒരുപാട് വചനങ്ങൾ പ്രിയപ്പെട്ടതായിട്ട് കടന്നു വന്നു. ഒരുപാട് വചനങ്ങൾ എഴുതി അത് നോട്ട് പുസ്തകമായി. 9 വർഷം കഴിഞ്ഞു, 10 വർഷം കഴിഞ്ഞു, അപ്പോഴൊന്നും മക്കളില്ല. 11-ാമത്തെ വർഷം ദൈവം ഒക്ടോബർ മാസം അവർക്ക് ഒരു കുഞ്ഞിനെ നൽകാനായിട്ട് ഒരു അനുഗ്രഹം നൽകി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതിന്റെ പുറകിലുള്ള ചിന്ത അല്ലെങ്കിൽ രഹസ്യം ഇതാണ്: ദൈവവചനത്തിനോട്
അവരിങ്ങനെ രൂപപ്പെട്ടപ്പോ, ദൈവവചനം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ ദൈവത്തിന് തീരുമാനത്തെ അവരുടെ പ്രാർത്ഥന കൊണ്ട് എടുത്തു മാറ്റി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിന്റെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു വലിയ തടസ്സമുണ്ടെന്ന് നീ ഇപ്പോൾ മനസ്സിലാക്കുകയാണെങ്കിൽ അത് ദൈവത്തിനത് ആ തടസ്സത്തെ എടുത്തു മാറ്റാൻ പറ്റും. നിന്റെ മുൻപിൽ എല്ലാ വഴികളും ഇപ്പോൾ അടഞ്ഞിട്ടുള്ളതാണെങ്കിൽ ദൈവം ആഗ്രഹിക്കുകയാണ് ആ വഴിയെ ദൈവത്തിന് എടുത്തു മാറ്റാൻ പറ്റും. ഹന്നായ്ക്ക് മക്കളില്ല. അവളുടെ പ്രാർത്ഥന എങ്ങനെയായിരുന്നു? അവൾ പ്രാർത്ഥിച്ചത് ഹൃദയം നൊന്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വെറുതെ അല്ല പ്രാർത്ഥിച്ചത്. ദൈവമേ, എനിക്ക് നീ കുഞ്ഞിനെ തന്നേ പറ്റൂ. ദൈവമേ, നീ എന്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി മാറിയേ പറ്റൂ. ഇങ്ങനെ പോയാ പോരാ. വാശി പിടിച്ചു ആ പാവപ്പെട്ട സ്ത്രീ. എല്ലാവരും ഈ പ്രാർത്ഥനയുടെ പ്രാർത്ഥന കഴിഞ്ഞ് കുറച്ച് സമയം കിട്ടില്ലേ, അപ്പോൾ എല്ലാവരും ഭക്ഷണത്തിനും എല്ലാം പോയപ്പോൾ ഇവൾ ആ ഫ്രീ ടൈമിൽ വരെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ധ്യാനത്തിന്റെ ഇടവേളകളിൽ ചില മനുഷ്യരെ ഇങ്ങനെ ഓടി വന്ന് രൂപത്തിന്റെ മുൻപിൽ ഇരുന്ന് പ്രാർത്ഥിക്കില്ലേ, അതുപോലെ ഈ ഹന്ന ഓടി വന്ന് ദൈവത്തിന് മുൻപിലിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ചിലവര് പറഞ്ഞു മദ്യലഹരിയാണ്. പലരും പലതും പറയും നിങ്ങളുടെ പ്രാർത്ഥന കണ്ട്. നിങ്ങൾ അതൊന്നും നോക്കണ്ട. പല മനുഷ്യനും പറയും ഇന്നലെ വരെ ഇവന്റെ സ്വഭാവം എനിക്കറിയില്ലേ, ഇപ്പോഴവൻ പുണ്യാളനായത് നിങ്ങളെ കുറിച്ച് പറയും. ഇത് കേൾക്കുന്ന നിങ്ങളെ കുറിച്ചും എന്നെ കുറിച്ചും സമൂഹം ഇത് പറയും. പക്ഷേ ഈ ഹന്നയെ കുറിച്ച് പറഞ്ഞ അവൾക്ക് അതൊന്നും വിഷയമല്ല. അവൾക്ക് എന്താണ് വിഷയം? എനിക്കൊരു അനുഗ്രഹം തന്നേ പറ്റൂ. തരാതിരുന്നൊരു അനുഗ്രഹം ദൈവം അവളുടെ ഹൃദയം നൊന്തുള്ള പ്രാർത്ഥനയിൽ ദൈവം അവളുടെ കരങ്ങളിൽ വെച്ചു കൊടുത്തു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവിൽ സ്നേഹം നിറഞ്ഞവരെ, ഈ ദിവ്യകാരുണ്യ ആരാധനയുടെ സമയത്ത് നിങ്ങളുടെ ഏത് പ്രതിസന്ധിയാണോ അത് ഈശോയുടെ മുൻപിൽ സമർപ്പിക്കുക. സൗഖ്യം തരാൻ ദൈവത്തിന് സാധിക്കും. ആ സൗഖ്യദായകനായ ആശ്വാസദായകനായ ദൈവത്തെ ഒന്ന് ചേർന്ന് നമുക്ക് ആരാധിച്ച് സ്തുതിച്ച് നമുക്കൊന്ന് ചേർന്ന് നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻമുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാനിൻ സർവവുമായി അടിയനീതാ അടിയനീതാ ഈശോ അടിയനീതാ ഈശോ അടിയനീതാ ഈശോ അടിയനീതാ അടിയനീതാ.
പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിനെ എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിനെ എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിനെ എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുമുണ്ടായിരിക്കട്ടെ. നമുക്കൊരു നിമിഷം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, പിതാവായ ദൈവമേ, പുത്രനായ തമ്പുരാനെ, പുത്രനായ തമ്പുരാനെ, പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാവായ ദൈവമേ, പുത്രനായ തമ്പുരാനെ, പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവായ ദൈവമേ, പുത്രനായ തമ്പുരാനെ, പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, എനിക്ക് ശക്തി നൽകണമേ. തിരുരക്തമേ, എന്നെ വഴി നടത്തണമേ. ഓ തിരുരക്തമേ, എന്നെ ശക്തിപ്പെടുത്തണമേ. വചനമേ, എന്നിൽ നിറയണമേ. ഓ വചനമേ, എനിക്ക് ശക്തി നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ തിരുമണിക്കൂറിൽ ദൈവം ആഗ്രഹിക്കുന്ന, നിനക്ക് ഇന്ന് നൽകാൻ പോകുന്ന ഒരു ആശ്വാസം ഈ സമയത്ത് നീ കേൾക്കുകയാണ്. ദിവ്യകാരുണ്യ ആരാധനയിൽ നീ കേൾക്കുന്നു. എന്തിനു വേണ്ടി? നീ ആരാധനയുടെ സമയം കർത്താവിൻ്റെ കൂടെ ആയിരിക്കുന്നു. ദൈവമേ, നീ എന്നോട് സംസാരിക്കണമെന്ന പ്രാർത്ഥനയോടെ, നീ വചനത്തിലൂടെ എന്നോടൊന്ന് സല്ലപിക്കണമേ എന്ന പ്രാർത്ഥനയോടെ, സങ്കീർത്തനം 119:26 നിനക്ക് നൽകുന്ന ദൈവവചനം. നീ ഏത് പ്രതിസന്ധിയിലൂടെ കടന്നുപോയാലും, നീ ഏത് കഷ്ടപ്പാടിന്റെ നടുവിലൂടെ ഇപ്പോൾ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലും, തീരാത്ത നിരാശയാണ് നിന്റെ ജീവിതം, കടുത്ത ദുഃഖത്തിലാണ് നിന്റെ ജീവിതം, നിനക്കുള്ള മറുപടി, നിനക്കുള്ള വചനം സങ്കീർത്തനം 119:26 ഹൃദയത്തിൽ ഇങ്ങനെ എഴുതി വെക്കുക. വചനം 119:26 സങ്കീർത്തനം. എൻ്റെ അവസ്ഥ ഞാൻ വിവരിച്ചപ്പോൾ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ അവസ്ഥ ഞാൻ വിവരിച്ചപ്പോൾ കർത്താവ് എനിക്ക് ഉത്തരമരുളി. പ്രിയമുള്ളവരെ, ഈ ദൈവവചനത്തിൻ്റെ ആഴം ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ പഠിപ്പിക്കും. എൻ്റെ അവസ്ഥയാണിത്. ഒരുപക്ഷെ രോഗശയ്യയിൽ കഠിനമായ വേദനയിലൂടെ ആയിരിക്കാം നീ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നത്. നിന്റെ അവസ്ഥ നീ ദൈവത്തിനെ അറിയിക്കുകയാണ്. വചനം എന്താ കേട്ടത്? എൻ്റെ അവസ്ഥ ഞാൻ വിവരിച്ചപ്പോൾ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു മരണത്തിന്റെ വേദനയിലാണ്, ഒരു കുഞ്ഞു മരിച്ചു പോയതിന്റെ വേദനയിലാണ് ഒരു മാതാവ്, ഒരു പിതാവ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ, പ്രിയപ്പെട്ട അപ്പച്ച, അമ്മച്ചി, ഈ വചനം നിങ്ങൾക്കുള്ളതാണ്. എൻ്റെ അവസ്ഥ ഞാൻ എൻ്റെ ഈശോയുടെ മുൻപിൽ, ഇതാ ഈ ദിവ്യകാരുണ്യനാഥന്റെ മുൻപിൽ വിവരിക്കാൻ പോവുകയാണ്. ദൈവമേ, എൻ്റെ അവസ്ഥ ഞാനിത് നിന്നോട് പറയുന്നു. നീ
എനിക്ക് ഉത്തരം നൽകി അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയാ. ഹല്ലേലൂയ. ഇപ്പോൾ ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ജോലിയില്ലാതെ വലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ജോലിയും കിട്ടുന്നില്ല. പരിശ്രമിച്ചു, ഏത് ജോലി എടുത്താൽ അതിൽ തടസ്സങ്ങൾ. സാമ്പത്തികമായിട്ട് ഉയരാൻ പറ്റുന്നില്ല. മുന്നോട്ടല്ല പോകുന്നത്, പുറകോട്ടാണ് ഈ കുടുംബം തളർന്നു പോകുന്നത്. ആ കുടുംബത്തിന്റെ അവസ്ഥ വചനം പറയുകയാണ്, നീ വിവരിക്കാൻ തുടങ്ങിക്കോ. നിന്റെ അവസ്ഥ നീ വിവരിക്കാൻ തുടങ്ങുമ്പോ വചനം എന്താ പറഞ്ഞു വരുന്നത്? ഒറ്റ വചനം, എൻ്റെ അവസ്ഥ ഞാൻ ദൈവത്തോട് വിവരിച്ചപ്പോൾ ദാവീദ് പറയുകയാണ്, എൻ്റെ ദൈവം എനിക്ക് അതിനുള്ള ഉത്തരം നൽകി അനുഗ്രഹിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉത്തരം നൽകി അനുഗ്രഹിക്കുന്ന എൻ്റെ ദൈവം, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ഒരു ദൈവം നിനക്കുണ്ട്. നീ മറന്നു പോകരുത്. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ഈശോയാണ് നിന്റെ മുൻപിൽ ഇപ്പോൾ ആയിരിക്കുന്നത്. ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്നത് എനിക്കുത്തരം തരുന്ന എൻ്റെ ഈശോയുടെ മുൻപിൽ, നിനക്കുത്തരം തരുന്ന ഈശോയുടെ മുൻപിൽ നമ്മൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ദാവീദ് പ്രാർത്ഥിച്ചു. സങ്കീർത്തനം 4-ാമത്തെ അധ്യായം 1-ാമത്തെ തിരുവചനം, ദൈവമേ എൻ്റെ പ്രാർത്ഥന നീ കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ. നിങ്ങൾ ആരോടാണ് പ്രാർത്ഥിക്കുക? നിങ്ങൾ ആരോടാണ് ഒരു സഹായത്തിന് ചെന്ന് ചോദിക്കുക? നമ്മളെ ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിർത്തുന്നവരുടെ അടുത്തേക്കാണ് നമ്മൾ ഓടിച്ചെല്ലുക. മനുഷ്യരെന്താണ് ചെയ്യുന്നത്? ഒരു ആപത്തിൽ വീണാൽ, ഒരു ആക്സിഡന്റിൽ വീണാൽ ഏറ്റവും അധികം പെട്ടെന്ന് അടുത്ത് വരുന്നവരെ നമ്മൾ ചേർത്ത് പിടിക്കും. ഒരു ദുഃഖം വരുമ്പോ ഓടി വന്ന് നമ്മൾ തോളിൽ തട്ടും, സാരമില്ലടാ ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് പറയുന്നവരെ നമ്മൾ ഹൃദയത്തിൽ ചേർത്ത് വെക്കും. നിങ്ങളൊന്ന് കണ്ണടച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ചിന്തിച്ചോ, എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്ന ചില മുഖങ്ങളുണ്ട്. എൻ്റെ ദുഃഖത്തിൽ എന്നെ ചേർത്ത് പിടിക്കുന്ന ചില മനുഷ്യരെ. അങ്ങനെയുള്ളവർ നിങ്ങൾക്കില്ലേ? പക്ഷെ വചനം പറയുകയാണ്, ചില സമയത്ത് അവർക്ക് പോലും നിന്നെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. നിന്റെ ചില പ്രതിസന്ധികളിൽ അങ്ങനെയുള്ളവർക്ക് വരെ നിന്നെ മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം അവരല്ല നിന്റെ ശക്തിയുടെ ഉറവിടം. ദൈവമായ കർത്താവാണ് നിന്റെ ശക്തിയുടെ ഉറവിടം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിന്റെ തളർച്ച കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. നിന്നെ ചിറകരിയുന്നവര് നിന്റെ മുൻപിൽ വരും. നീ ഒരു കാലത്തും നന്നാകരുത്, നീ ഒരു കാലത്തും ഉയർന്നു വരരുത് ചിന്തിക്കുന്നവരില്ലേ? പക്ഷേ ദാവീദ് അതിലൊന്നും കുലുങ്ങിയില്ല. സങ്കീർത്തനം 18:1, കർത്താവാണ് എൻ്റെ ശക്തിയുടെ ഉറവിടം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചിലര് പറഞ്ഞിട്ടുണ്ട്, അവൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ തളർന്നു പോയി. എൻ്റെ കുഞ്ഞു പ്രായത്തിൽ ഞാൻ നന്നായി വന്നതായിരുന്നു, അവരെന്നോട് പാടരുതെന്ന് പറഞ്ഞു, ഞാൻ പാടുന്നില്ല, നിർത്തി. നിന്റെ ശക്തിയുടെ ഉറവിടം ദൈവമാണ്. നിന്നെ മനുഷ്യ ശക്തികൾ തളർത്താൻ പറ്റും നിന്നെ, അതൊക്കെ ശരിയാ. പക്ഷേ നിന്നെ ദൈവശക്തിയാൽ നിനക്ക് ഉയർന്ന് പറക്കാൻ പറ്റും. കരമുയർത്തി ഒന്ന് പറഞ്ഞ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവർ, അങ്ങനെയുള്ള ഒരു വചനഭാഗം ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോവുകയാണ്. യെശയ്യായുടെ പുസ്തകം 38-ാമത്തെ അധ്യായം. തലക്കെട്ട് എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്? ഹെസക്കിയായുടെ രോഗശാന്തി. ഈ വചനം വായിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്കുള്ളത് തന്നെയാണ്, എനിക്കും നിങ്ങൾക്കുമുള്ളത് തന്നെയാണ്. വചനം എന്താണ് വായിക്കുന്നത്? ആ ദിവസങ്ങളിൽ ഹെസക്കിയ രോഗിയാവുകയും മരണത്തോട് അടുക്കുകയും ചെയ്തു. ആമോസിന്റെ പുത്രനായ യെശയ്യാ പ്രവാചകൻ അവനെ സമീപിച്ചു പറഞ്ഞു, കർത്താവ് അരുളി ചെയ്തു. ആ ദിവസങ്ങളിൽ ഹെസക്കിയ രോഗിയായി. പ്രിയപ്പെട്ടവരെ, ഏത് ദിവസങ്ങളിൽ? ഒരു പക്ഷേ ചില പ്രതിസന്ധികൾ കടന്നു വരുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത നേരത്താണ്. ചില രോഗങ്ങൾ
എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കടന്നു വരുന്നത് പ്രതീക്ഷിക്കാത്ത നേരത്താ. ഒരു ചെറിയൊരു തലവേദനയായി തുടങ്ങിയതാണ്. ചെറിയ അമൃതാഞ്ജനോ വിക്സോ ഒക്കെ പുരട്ടി നോക്കി, 1-2 ദിവസം കുറഞ്ഞു, വീണ്ടും വന്നു. ഈ തലവേദന വർഷങ്ങൾ എടുത്തു, മാറുന്നില്ല. അത് ഒരു ക്യാൻസറായി മാറുന്നു. സന്തോഷിച്ചിരിക്കുന്ന സമയത്ത്, മക്കളുടെ വിവാഹത്തിന്റെ സമയത്ത്, എല്ലാം ശുഭമായിരിക്കുന്ന സമയത്ത്, ആ സമയത്ത് ഹെസക്കിയ രാജാവ് രോഗിയായി തീർന്നു. ഈ രാജാവിനെ കയ്യിൽ പൈസയുണ്ട്, ഡോക്ടർമാര് വിളിച്ചാൽ വിളിപ്പുറത്ത് എത്തുന്നവനാ, എല്ലാ കാര്യങ്ങളും അവന്റെ കരങ്ങളിലുണ്ട്. നേരത്തെ പറഞ്ഞ കാര്യം ഇതാണല്ലോ, നിന്റെ ജീവിതത്തിൽ ചില സമയത്ത് ഒരു മനുഷ്യനും സഹായിക്കാൻ പറ്റില്ല. ഇവിടെ ഹെസക്കിയായിക്ക് സഹായിക്കാൻ ഒരു മനുഷ്യനും കടന്നു വരാൻ പറ്റാത്ത വിധം ദൈവം അവനോട് പറഞ്ഞു വെച്ചു, മോനെ, നിന്റെ മരണം അടുത്തു, നിന്റെ ഭവനം ക്രമപ്പെടുത്തുക, നിന്റെ ഭവനം നീ ക്രമപ്പെടുത്തുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവം അവനോട് പറയുകയാണ്, നിന്റെ ഭവനം, നിന്റെ ജീവിതം ക്രമപ്പെടുത്താൻ പറഞ്ഞു. ഈ യെശയ്യാ പ്രവാചകനിലൂടെ ഓർമ്മിപ്പിക്കുന്ന കാര്യം, ഹെസക്കിയായോട് ചെന്നു പറ, നീ ഇതാ മരിക്കാൻ പോകുന്നു, യേശുവിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ, ദൈവം നിനക്ക് ഒരു ഉത്തരം തരും. നേരത്തെ കേട്ട വചനം, എൻ്റെ അവസ്ഥ ഞാൻ വിവരിച്ചപ്പോൾ അവിടുന്ന് എനിക്ക് ഉത്തരം നൽകി. ഈ പ്രവാചകൻ ഹെസക്കിയോട് പറഞ്ഞു, നിന്റെ ഇപ്പോഴുള്ള അവസ്ഥ എന്താണ്? ഈ രോഗമാണോ? ഈ രോഗം നിന്റെ അവസ്ഥ അതുപോലെ തന്നെ നീ ദൈവത്തോട് വിവരിക്കേ. ഇവൻ എന്ത് ചെയ്തു? വചനത്തിൽ കൃത്യമായി ഇങ്ങനെ ഒരു വചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വചനം ഒരിക്കൽ കൂടി വായിക്കാം. ഹെസക്കിയയ്ക്ക് അരുളപ്പാടുണ്ടായി, കർത്താവിന്റെ അരുളപ്പാട് അവനുണ്ടായി. നീ ചെന്ന് ഹെസക്കിയയോട് പറയണം. ആരോട് പറയണം? നീ ഹെസക്കിയയോട് പറയണമെന്ന് ദൈവം യെശയ്യാ പ്രവാചകനിലൂടെ പറഞ്ഞു. പക്ഷേ ആ പറച്ചിലിന് മുൻപ് ഹെസക്കിയ ചെയ്ത ഒരു കാര്യമുണ്ട്. എങ്ങനെയാണ് അവന്റെ അവസ്ഥ അവൻ ദൈവത്തോട് വിവരിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? ഈ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചുമരിന് നേരെ തിരിഞ്ഞുകൊണ്ട് അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ചുമരിന് നേരെ പ്രാർത്ഥിച്ചു, ദൈവമേ, ഞാനിതാ മരിക്കാൻ പോവുകയാണ്, എന്റെ ഈ അവസ്ഥയെ നിന്റെ മുൻപിൽ സമർപ്പിക്കുന്നു. മരണത്തോട് മല്ലടിക്കുന്ന സമയം ഈ ഹെസക്കിയയുടെ മുൻപിൽ ഇരിക്കുകയാണ്. നാളെ മരണമാണ്, അടുത്ത ദിവസം മരണമാണ്. ഈ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ ഹെസക്കിയ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ അവസ്ഥയിലുള്ളവരെ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ. ഈ സങ്കടത്തിൽ കഴിയുന്നവരെ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ. ജീവിതം തീർന്നു പോയി എന്ന് പ്രതീക്ഷിച്ചവരെ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ. എല്ലാം തീർന്നു പോയി എന്ന് വിചാരിച്ച ഹെസക്കിയ എന്ത് ചെയ്തു? പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം ഒരു ശക്തി, ദൈവം ഒരു വചനം അയച്ച് ഈ ഹെസക്കിയയെ പറയുന്ന കാര്യം ഇതാണ്, മോനെ, നീ ഈ അടുത്ത ദിവസം മരണപ്പെടുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ നിന്റെ പ്രാർത്ഥന കൊണ്ട് എന്റെ തീരുമാനം മാറ്റുകയാണ്. കരമുയർത്തി പറഞ്ഞ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥന കൊണ്ട് നിന്റെ ജീവിതം മാറ്റുകയാണ്. യേശു ബെത്സേദ കുളക്കരയിൽ നടത്തിയ ആ സൗഖ്യം, 38 വർഷമായി നടത്തിയ ആ സൗഖ്യം, യേശുനാമം എൻ്റെ ആശ്രയം. യേശുവേ, യേശുനാമം എൻ്റെ ആശ്രയം, ആശയറ്റ നേരം എൻ്റെ ആശ്വാസം, എൻ്റെ ആശ്വാസം. വചനമാരി തൂകിരി, ആമേൻ. എൻ്റെ വേദനകൾ സൗഖ്യമാക്കണേ. യേശുനാമം എൻ്റെ ആശ്രയം, ആശയറ്റ നേരം എൻ്റെ ആശ്വാസം, എല്ലാവിധ വചനമാരി തൂകിരി, എൻ്റെ വേദനകൾ സൗഖ്യമാക്കണേ. ബെത്സേദാ കുളക്കരയിലെ രോഗിപ്പോ ഞാൻ തളർന്നവനാകുന്നു, നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ. എന്റെ മോചക
ബെത്സയിദാ കുളക്കരയിലെ രോഗിപ്പോൾ ഞാൻ തളർന്നവനാകുന്നു, നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ എന്റെ മോചകാ. ബെത്സയിദാ കുളക്കരയിലെ രോഗിപ്പോൾ ഞാൻ തളർന്നവനാകുന്നു, നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ എന്റെ മോചകാ. യേശുവേ 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 എല്ലാം സമർപ്പിച്ച് കർത്താവിന്റെ കരങ്ങളിൽ എല്ലാം വിട്ടുകൊടുത്ത് എന്റെ ഈശോ എന്നെ രക്ഷിക്കും, എന്റെ ഈശോ എന്നെ കാണുന്നു. ആമേൻ. യേശുവേ യേശുവേ പ്രാർത്ഥിച്ചു, ഈശോ എന്നെ രക്ഷിക്കട്ടെ. യേശുവേ 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 യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 38 വർഷമായി തളർന്നവനെ സുഖപ്പെടുത്തിയ ബെത്സയിദ കുളക്കര യേശുനാമത്തിൻ്റെ ശക്തി അനുഭവിച്ച ആ കുളക്കര നീയും അനുഭവിക്കും. എല്ലാ മേഖലകളിൽ നിന്ന് വിടുതലിലേക്ക് ദൈവം നിന്നെ നയിക്കുമാറാകട്ടെ. അവൻ്റെ കരുണ നിന്നിൽ വർഷിക്കട്ടെ. അവനെ അവരോട് അനുകമ്പ തോന്നി. ദൈവത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ദൈവം നീ എന്നെ രോഗത്തിലേക്ക് ഇറങ്ങി വരണമേ, എൻ്റെ ഹൃദയത്തിൻ്റെ വേദനയിലേക്ക് നീ ഇറങ്ങി വരണമേ. ഈശോയെ, നിന്റെ വലിയ അഭിഷേകം ഞാൻ ഈ സമയത്ത് സ്വീകരിക്കട്ടെ. യേശുനാമം എൻ്റെ ആശ്രയം, ആശയറ്റ നേരം എൻ്റെ ആശ്വാസം, നിൻ വചനമാരി തൂകി നീ എൻ്റെ വേദനകൾ സൗഖ്യമാക്കണേ. യേശുനാമം എൻ്റെ ആശ്രയം, ആശയറ്റ നേരം എൻ്റെ ആശ്വാസം, നിൻ വചനമാരി തൂകി നീ എൻ്റെ വേദനകൾ സൗഖ്യമാക്കണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.